ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പലരും അകത്താകും എന്ന് കണ്ടപ്പോൾ പുതിയ കരുനീക്കങ്ങളുമായി വന്നിരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ. അതിലും ബലിയാടാകുന്നത് കോൺഗ്രസ് ആണെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തിരഞ്ഞെടുപ്പ് സമയത്താണല്ലോ ശബരിമല വിഷയം പൊങ്ങി വന്നതും അത് ആളിക്കത്തിയതും. അതുകൊണ്ട് തന്നെ ഈ വിഷയം തിരഞ്ഞെടുപ്പിൽ ഏൽക്കാതിരിക്കാൻ, ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ആദ്യം രാഹുൽ മാങ്കൂട്ടം വിഷയം അങ്ങ് ആളിക്കത്തിക്കാൻ നോക്കി. എന്നാൽ അതുകൊണ്ടൊന്നും UDF തകർന്നില്ല. UDF തകർന്നില്ല എന്ന് മാത്രമല്ല, ഇടതിന്റെ പല കോട്ടകളിലും LDF വളരെ ദയനീയമായി പരാജയപ്പെടുന്നതും നമ്മൾ കണ്ടു. ഇപ്പോഴിതാ അടുത്ത അടവുമായി രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് നമ്മുടെ മുഖ്യനും സംഘവും. കഴിഞ്ഞ ദിവസം മുഖ്യനും പോറ്റിയും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. KPCC രാഷ്ട്രീയ കാര്യസമിതി അംഗം N സുബ്രഹ്മണ്യനാണ് അത് പോസ്റ്റ് ചെയ്തത്. അത് AI ചിത്രമാണെന്നും ഇതിനെതിരെ നിയമ നടപടി എടുക്കും എന്നൊക്കെ മുഖ്യൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇന്ന് രാവിലെ തന്നെ പിണറായിയുടെ പോലീസ് സുബ്രഹ്മണ്യന്റെ വീട്ടിൽ വരികയും വളരെ നാടകീയമായ രീതിയിൽ സുബ്രഹ്മണ്യനെ കൊണ്ടുപോവുകയും ചെയ്തു. നാടകീയമായ രീതിയിൽ എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. ആദ്യം സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ ശേഷം ഉന്നത തലത്തിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഇതിന് പിന്നിൽ മുഖ്യന്റെ കറുത്ത കൈകളാണെന്ന്. പിന്നാലെ BNS 122 വകുപ്പ് പ്രകാരം കലാപാഹ്വാനം നടത്തിയെന്നാരോപിച്ചാണ് സുബ്രഹ്മണ്യനെതിരെ കേസെടുത്തത്. അതും സ്വമേധയാണ് കേസെടുത്തതെന്ന് ഓർക്കണം. എന്നാൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ നോക്കിയേണ്ടത് സർക്കാർ തന്നെ ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്. അത് AI ഫോട്ടോ അല്ലെന്നും ശരിക്കുമുള്ളതാണെന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. AI ഫോട്ടോ ആണെന്ന് പറഞ്ഞിറങ്ങിയ ചിത്രത്തിന് പിന്നാലെ മുഖ്യനും പോറ്റിയും ഒരുമിച്ചുള്ള മറ്റൊരു ഫോട്ടോ കൂടി ഇറങ്ങിയതോടെ കാര്യങ്ങളൊക്കെ പിണറായിയുടെ കൈവിട്ടുപോയി. ഇതിനു പിന്നാലെ കടുത്ത ഭാഷയിലുള്ള മറുപടികളാണ് കോൺഗ്രസ് നേതാക്കൾ സർക്കാരിന് നൽകുന്നത്. ഇതെല്ലാം ശബരിമല വിഷയത്തിൽ ഇനി വരാൻ പോകുന്ന അറസ്റ്റ് തടയാനുള്ള വെറും കള്ളക്കളികളാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ഇപ്പോഴിതാ സർക്കാരിന് തക്ക മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി അബിൻ വർക്കി. സുബ്രഹ്മണ്യനെ ഇതുപോലുള്ള ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ടെന്നാണ് അബിൻ വർക്കിയുടെ മറുപടി. ഇതിലും വലിയ ഏമാൻ വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നും അബിൻ വർക്കി കൂട്ടിച്ചേർത്തു. ഫേസ്ബുക്കിലൂടെയാണ് അബിൻ തന്റെ പ്രതികരണം രേഖപ്പെടുത്തിയത്. ആദ്യം പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടില്ല എന്ന്, പിന്നെ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സംസാരിച്ചിട്ടില്ലെന്ന്, പിന്നെ പറഞ്ഞു ഉദ്ഘാടനത്തിന് വന്നപ്പോൾ ഹലോ പറഞ്ഞതാണെന്ന്. പാർട്ടി സെക്രട്ടറി പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട പടങ്ങളെല്ലാം AI ആണെന്ന്. അവസാനം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പരിപാടിയുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന 2 CPM-കാരെയും നാളിതുവരെയായി പാർട്ടി പുറത്താക്കിയിട്ടില്ല. ഞങ്ങൾ ഇതുവരെ സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അന്വേഷണം തമിഴ്നാട്ടിലേക്ക് കടന്നപ്പോൾ തൊട്ട് മുഖ്യമന്ത്രിയാകെ അസ്വസ്ഥനാണ്. എവിടെയോ എന്തോ ചീഞ്ഞു നാറുന്നത് പോലെ എന്നൊക്കെയാണ് അബിൻ വർക്കി വിഷയത്തിൽ പ്രതികരിച്ചത്. സത്യം പറഞ്ഞാൽ സർക്കാരിന്റെ ഈ 18ാമത്തെ അടവും പാളിയെന്ന് തന്നെ പറയാം. എന്തൊക്കെ ചെയ്ത് ശബരിമല വിഷയം മറയ്ക്കാൻ നോക്കിയാലും അതിൽ പങ്കുള്ള എല്ലാവരുടെയും പേരുകൾ തെളിഞ്ഞു വരിക തന്നെ ചെയ്യും. അതിപ്പോ മുഖ്യനായാലും ശരി, ആരായാലും ശരി. അതിനുള്ള എല്ലാ തെളിവുകളും ശേഖരിക്കാൻ കോൺഗ്രസ് കച്ചകെട്ടി ഇറങ്ങിക്കഴിഞ്ഞു.